ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കൾ, എന്തൊക്കെ അർത്ഥമാണ്? പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് മണ്ണുത്തിയിലെ ചെടി, പിന്നെ ഗ്രാസ്, ബബിൾസ് ഇതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഗ്രാസിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ബബിൾസിൻ്റെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെടിയിലാണ് ഇപ്പം നമ്മൾ ചെടി എടുക്കുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത്. പിന്നെ ചെടി, ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും ഇവിടെ ഇല്ലാത്തൊന്നുമില്ല കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. മൊത്തത്തിലൊരു മാർക്കറ്റ് മാതിരി ഒരു സംഭവമാണ് ഇവിടെ വന്നാൽ, മണ്ണുത്തി വന്നാൽ. വന്നവർക്കറിയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് കുറച്ച് വീഡിയോ എടുക്കട്ടെ കേട്ടോ. ഓക്കെ. വണ്ടി മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ്. നമ്മൾ കയറ്റിയ പുല്ല്, ഗ്രാസ്, ഇത്രയും ലോഡിലാണ് വണ്ടി കിടക്കുന്നത്. ഇതൊരു ടണ്ണാണ് സാധനം. ഒരു ടണ്ണ് വെയിറ്റ് ഉണ്ട്. പുല്ലും അതുപോലെ ഒരു ടണ്ണ് വെയിറ്റ് വേണം. ഇത്രയും ലോഡ് വണ്ടിയിലായിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ ചെടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെറുതെ ഒന്ന് ഇങ്ങനെ കാണിക്കാം. ഐറ്റംസ് കുണ്ടിലാൻ അഗ്രോഫാം. അപ്പോഴേ കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നു കേട്ടോ. വിശദീകരിക്കണമെങ്കിൽ അവരൊക്കെ വിളിച്ച് കൂടെ നിർത്തണം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. ഇനി അങ്ങനെ വിശദീകരണം തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്യൂ, ഞാൻ അവരെ കൂട്ടി ചെയ്യാം. ഭയങ്കര തിരക്കിലാണ്, ആൾ കുറവാണ്. അപ്പോൾ കൂടുതലൊന്നും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം. ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഒത്തിരി ഉണ്ട്. ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ ഇച്ചിരി വില കുറഞ്ഞ ഐറ്റം നോക്കിയിട്ടൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഭയങ്കര വില കൂടിയിട്ട് ഞാൻ കൊണ്ടുപോകില്ല. പിന്നെ ഇതൊക്കെ കൊണ്ടുപോയി സംഗതി സെറ്റാക്കി എടുക്കുമ്പോഴേക്കും ചിലവർ സംഖ്യ വരും. കാണാനൊക്കെ രസമുണ്ടാവും, അടിപൊളിയായിരിക്കും. ഏതായാലും നമ്മൾ വീട്ടിൽ കുറച്ചൊക്കെ ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് കാണിച്ചായിരുന്നു. അതൊന്നുകൂടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും അത് കാണിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, ഒന്ന് ഉഷാറാവട്ടൊക്കെ. ഇവിടെ കുറച്ച് ഐറ്റംസേ കൊണ്ടിട്ടുള്ളൂ ഞാൻ. ഈ സാധനമുണ്ട്, ഈ നീലപ്പൂണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെയുള്ള സാധനമല്ലേ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചെമ്പരത്തി പൂവേ ചൊല്ല്. ചെടിയുടെ ഒരു ലോകം, മണ്ണുത്തി ചെടിയുടെ ലോകം. വൈഫിലെ ദിവസം കൊണ്ടുവരണം കൊണ്ട് കൊടുന്നാൽ പിന്നെ ഒന്നും പറയേണ്ടി വരില്ല. ഞങ്ങളിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മളെ ഒരു സുഹൃത്തൊക്കെയാണ് സാധനം എടുത്തുകൊണ്ട് പോകുന്നത്. കരുവാരക്കുണ്ട് ചെറുമ്പ് അഗ്രോഫാം നടത്തിയിരുന്ന ആളായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പരിപാടികൾ വേറെ നടക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പരിപാടിയാണ് പുള്ളിൻ്റെ പരിപാടി.
അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. ജലദോഷം പിടിച്ചു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മഴച്ചാറിൽ കൊണ്ടു, അലർജി കൂടി, മരുന്ന് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം ടൈമിങ്ങിന് വീട്ടിലെത്തണ്ടേ. വെളുപ്പിന് എഴുന്നേറ്റ് പോരും 4 മണി 5 മണീൻ്റെ മുമ്പായിട്ട്. പിന്നെ രാത്രി 12 മണി 1 മണി 2 മണി, ഇതാണ് നമ്മുടെ സമയം. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുള്ളൂ ഈ ഓട്ടമൊക്കെ. നമ്മളെ തേടി വരില്ല, മനസ്സിലായില്ലേ? ഓട്ടമൊന്നും എപ്പോഴും നമ്മളെ തേടി വരില്ല. അപ്പം എന്ത് ചെയ്യാം, കിട്ടുമ്പോൾ നമ്മൾ പിടിക്കാം, അത് നല്ല രീതിയിൽ പിടിക്കാം, വിടാൻ പാടില്ല. അങ്ങനെയാണ് നമ്മളെ പരിപാടി. അവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇതൊന്നും പേര് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഒരിക്കലെല്ലാം ചെയ്യണം, പേരൊക്കെ ചോദിച്ചറിഞ്ഞ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, പഠിച്ചു വരുന്നുള്ളൂ. നമ്മൾ റെഡിയാക്കി തരും. ബൈ എന്തൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട് ഈ സംഗതി കേട്ടോ. അവിടെ ഇഷ്ടം പോലെ കണ്ണിക്ക് ഒന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കഴിഞ്ഞാൽ വേറൊന്ന്, ഇങ്ങനെ കിടക്കുക. അതിനകത്ത് പല ഐറ്റംസ് ഉണ്ട്. ഓർഗാനിക് ഉണ്ട്, ഹൈബ്രിഡ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. ഒക്കെ പൂട്ടിങ്ങനെ നിൽക്കട്ടോ, സെറ്റായിട്ട് കൊണ്ടു വെച്ചാൽ മതി. അവിടെ ഉണ്ടോ കണ്ണിമാങ്ങ പിടിച്ച്, മാഷാ അല്ലാഹ് കണ്ണിമാങ്ങയായി. നാട്ടിൽ പൊതുവെ ഇപ്രാവശ്യം മാവിൽ പൂവിട്ടൊന്നും കണ്ടില്ല, കുറവാണ്. അത് കാലാവസ്ഥ വ്യത്യാസങ്ങളാട്ടോ, തണുപ്പില്ല. തണുപ്പുണ്ടാകുമ്പോഴതൊക്കെ സംഭവിക്കലുള്ളൂ. തണുപ്പ് കുറവല്ലേ, ഡിസംബറിലെ തണുപ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇനി കൂടുതലൊന്നും അറിയാൻ പോകണില്ല, എല്ലാം തീരാൻ പോലെ. കാലാവസ്ഥ മാറി, മൊത്തം മാറി കഴിഞ്ഞു. ഈ സാധനമൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ചെറിയ പൈസ കിട്ടിയപ്പോൾ കൊണ്ടുപോയതല്ലേ, അല്ലാതാരെ വാങ്ങണം, ഭ്രാന്ത. അപ്പോൾ ഇത് വാങ്ങണവരൊന്നും ഭ്രാന്തന്മാരൊന്നുമല്ല കേട്ടോ, ചുമ്മാ അറിയാം. കായ്, കറിവേപ്പില, ഇതൊക്കെ ഒരു രസമാണ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. എൻ്റെ ഭാര്യ ഇതിൻ്റെ ആളാണ്. കൊണ്ടുപോയി എല്ലാ സാധനം അവിടുന്ന് ഇവിടുന്നൊക്കെ പിറക്കി കൊടുന്ന് കുഴിച്ചിട്ടുണ്ടാകും. വീട്ടിൽ ചെല്ലണം പരിപാടി കാണണമെങ്കിൽ. രാവിലെ എഴുന്നേറ്റാൽ പിന്നെ പണി അതല്ലേ, വേറെ സ്വയമൊന്നും ഇല്ലാക്ക്. നമ്മൾ രാവിലെ പോരൂല്ലേ. അടിപൊളി. ഇതൊക്കെ ഇപ്പോൾ കയറ്റി വിടാൻ വേണ്ടി ഇങ്ങനെ സെറ്റാക്കി വെച്ചാട്ടോ. സാധനമൊക്കെ വണ്ടി കയറാനുള്ളതാണ്, നമ്മുടെ വണ്ടിയിലല്ല. ഇത് വേറെ അങ്ങോട്ട് കയറ്റി വിടാനുള്ളതാണ്. നമ്മളെ വണ്ടികളിൽ അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുള്ള പ്രാവശ്യം, അധികമൊന്നും ഉണ്ടാവില്ല. പ്രാവശ്യം ലോഡ് കൂടുതൽ വേറെയാണ്, കല്ലും പുല്ലും ഒക്കെയാണ്.
മരത്തിൻ്റെ തൈകളെ അപ്പോഴേ വീഡിയോ ചുരുക്കാട്ടോ, നോക്കട്ടെ കുറച്ചുകൂടെ വണ്ടിയിൽ സാധനം കയറ്റാണ്ട് എന്താവും നോക്കട്ടെ, പോയി നോക്കട്ടെ. നല്ല നല്ല വെറൈറ്റി ഐറ്റംസ്. ചെടിയുടെ ഒരു ലോകം മണ്ണുത്തി. ഏത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും. അപ്പോഴേ നമുക്കുള്ള സാധനം റെഡിയാവും നോക്കട്ടെ. ഒരു വണ്ടി ഫുൾ ലോഡായിട്ട് പോകാൻ നിൽക്കുകയാണ് ഇവിടുന്ന്. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലോഡാക്കിയിട്ടുണ്ട്. ആ വണ്ടി ഇവിടുന്ന് പുറപ്പെടും. അതുപോലെ നമ്മളെ വണ്ടിയും വെയിറ്റിങ്ങിലാണ്. ലോഡപ്പാവും, സെറ്റാവും. ഈ ചെടിയിൽ 6 എണ്ണം. ഈ ചെടിയിൽ 6 പീസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ചെടി നമ്മളങ്ങനെ നോക്കിയിട്ടൊക്കെ വാങ്ങുള്ളൂ. കൊക്കിലൊതുങ്ങുന്നേ കൊത്താവുള്ളൂ പറഞ്ഞാലേ. ഇതിൻ്റെ വലുതിനൊക്കെ ഭയങ്കര വിലയാണ്. 3-4 സ്റ്റേജ് ഉണ്ട് ഇതിൻ്റെ. അതൊക്കെ നമ്മൾ കൊണ്ടുപോയി വളർത്തി വലുതാക്കിയാൽ മതിയല്ലോ. ഇതിന് 35 രൂപയുള്ളൂ ചെറുതിന്. വലുതിന് പിന്നെ 50 ഉണ്ട്, 80 ഉണ്ട്, 100 രൂപ, അങ്ങനെ പല റേറ്റുകളുണ്ട്. പിന്നെ അങ്ങനെ അതിലും വലുതൊക്കെ ഉണ്ട്. ഈ വലിയ ഇതുപോലെ ഉണ്ടാവും. ചെടിതിനൊക്കെ ഭയങ്കര റേറ്റാവും. അപ്പോൾ നമ്മൾ ലോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യാം കേട്ടോ. വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.